നമസ്കാരം. ഏറ്റവും പുതിയ അറിവുകൾ നമ്മുടെ മാന്യ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണം എന്നുള്ളതാണ് ഡയബറ്റിക് കെയർ ഇന്ത്യ എന്ന ഈ ചാനലിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. പ്രമേഹവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെക്കുറിച്ചാണ് ഓരോ എപ്പിസോഡും നമ്മൾ അവതരിപ്പിക്കുന്നത്, അല്ലേ? എന്നിരുന്നാലും ഏറ്റവും പുതിയ അറിവുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങളും അറിഞ്ഞിരിക്കണം. അങ്ങനെ പേഷ്യൻ്റ്, അതായത് പൊതുജനത്തിന് ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് കൃത്യമായ രീതിയിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലും പ്രമേഹത്തിന് ചികിത്സിക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു ഡോക്ടർ പേഷ്യൻറ്റിന് വേണ്ടി കുറേ മരുന്നുകൾ എഴുതി കൊടുക്കുന്നത് കൊണ്ട് മാത്രം പ്രമേഹം പോലെ ആയുസ് മുഴുവൻ നിലനിൽക്കുന്ന ഒരു രോഗത്തെ നമുക്ക് ഫലപ്രദമായി ചികിത്സിക്കാൻ സാധിക്കില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇറ്റ്സ് നോട്ട് എ വൺ ഓഫ് ട്രീറ്റ്മെൻറ്റ്. അതായത് ഒരു തവണ മാത്രം ഡോക്ടറെ കണ്ട് പിന്നെ ഇപ്പോൾ തൊണ്ടവേദന അല്ലെങ്കിൽ ഒരു തൊണ്ടയിലൊരു ഒരു ഇൻഫെക്ഷൻ, ഒറ്റ തവണ മാത്രം നിങ്ങൾ ഡോക്ടറെ കാണുന്നു, അതിനുള്ള മരുന്നുകൾ വാങ്ങിക്കുന്നു, പിന്നെ അതോടെ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുന്നു, അല്ലേ? പ്രമേഹം അങ്ങനെയല്ല. പ്രമേഹം ഒരു ആയുസ് മുഴുവൻ ചികിത്സ വേണ്ടി വരുന്ന, അറ്റ്ലീസ്റ്റ് മോണിറ്ററിങ് വേണ്ടി വരുന്ന ഒരു രോഗമാണ്. ആൻഡ് ഇറ്റ്സ് കൺസിഡേർഡ് എ പ്രോഗ്രസീവ് ഡിസീസ്. പ്രോഗ്രസീവ് ഡിസീസ് എന്ന് പറയുമ്പോൾ നിർണയ സമയത്ത് ഉള്ള പോലെ ആയിരിക്കില്ല ഏതാനും വർഷങ്ങൾക്ക് ശേഷം. അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പലപ്പോഴും ഗ്രാഫ് താഴോട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ വിലയിരുത്തൽ കൃത്യസമയത്ത് നടത്തണം, അതിൻ്റെ ചികിത്സകൾ കൃത്യസമയത്ത് നടത്തണം. അതാണല്ലോ പ്രമേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനത്തെ ഒരു രോഗത്തിന് കണ്ടിന്യൂസ് മോണിറ്ററിങ് വേണ്ടി വരും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തൊക്കെയാണ് നമ്മൾ മോണിറ്ററിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന HbA1c എന്ന് പറയുന്ന ഒരു പരിശോധനയാണ്. അത് നിങ്ങളെല്ലാവരും കേട്ട് കാണും. ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്നും അതിന് പറയാറുണ്ട്. HbA1c എന്നാണ് പറയുന്നത്. അതിനെ ചിലർ ധരിക്കുന്നത് 2-3 മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ എന്നൊക്കെയാണ്. ഒരു പരിധിവരെ അത് ശരിയാണ്. പക്ഷെ അതിനേക്കാളുപരി പ്രമേഹ ചികിത്സയുടെ ഫലപ്രാപ്തി എത്രത്തോളം ഫലിക്കുന്നുണ്ട്, ആ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ് എന്നുള്ളത് വിലയിരുത്താനും HbA1c വളരെ പ്രധാനപ്പെട്ട ഒരു പരിശോധനയാണ്. അപ്പോൾ ദ എഫിക്കസി ഓഫ് ട്രീറ്റ്മെൻറ്റ് അത് തിരിച്ചറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിശോധനയായിട്ടാണ് നമ്മൾ HbA1cയെ കാണുന്നത്. പക്ഷേ HbA1cക്ക് ചില കുറവുകളുണ്ട്, ചില പോരായ്മകളുണ്ട്. എന്തൊക്കെയാണ് പോരായ്മകൾ? ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ ഒന്ന്, ഒരു വ്യക്തിയെ നമുക്ക് ഇപ്പോൾ സങ്കല്പിക്കാം. ഒരു പ്രമേഹ രോഗിയാണ്. ഇദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഷുഗർ 100-നും 500-നും ഇടയിലാണ്. അതായത് ഒരു ഘട്ടത്തിൽ 100 മില്ലിഗ്രാമാണ്, വേറൊരു ഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഷുഗർ 500 മില്ലിഗ്രാമാണ് എന്ന് സങ്കല്പിക്കുക. ഈ വ്യക്തിയുടെ HbA1c എടുക്കുമ്പോൾ ഏകദേശം ഏത് ബ്ലഡ് ഷുഗറിൻ്റെ പ്രതിഫലനമായിരിക്കാനാണ് സാധ്യത എന്നൊന്ന് ആലോചിച്ചു. അതായത് ഒരു വശത്ത് 100, മറുവശത്ത് 500. അപ്പോൾ അതിൻ്റെ ആവറേജ് എന്ന് നമ്മൾ കണക്കാക്കുമ്പോൾ 100-ഉം 500-ഉം 600 ഡിവൈഡഡ് ബൈ 2. 600 ഡിവൈഡഡ് ബൈ 2 ഈസ് 300, 300. അപ്പോൾ ഈ 300 മില്ലിഗ്രാം, 300 മില്ലിഗ്രാമിൻ്റെ പ്രതിഫലനം ആയിരിക്കാൻ ആണ് HbA1c ആയിരിക്കാനാണ് സാധ്യത, ആണല്ലോ. ഈ 300 മില്ലിഗ്രാംസ് ആയിരിക്കും HbA1cയിലൂടെ നമ്മൾ അളന്നെടുക്കുന്നത് എന്ന് ചുരുക്കം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ 100 മില്ലിഗ്രാം എന്ന് പറയുന്ന വളരെ കുറഞ്ഞ ഒരു ബ്ലഡ് ഷുഗറും 500 മില്ലിഗ്രാം എന്ന് പറയുന്ന വളരെ കൂടിയ ബ്ലഡ് ഷുഗറും നമ്മൾ കാണാതെ പോകുന്നു. കാരണം നമ്മൾ ഈ HbA1c മാത്രം വെച്ചിട്ട് ഈ പ്രമേഹ രോഗിയെ നമ്മൾ വിലയിരുത്താൻ ശ്രമിച്ചാൽ 300 മില്ലിഗ്രാമിൻ്റെ പ്രതിഫലനമായ HbA1c മാത്രമായിരിക്കും നമ്മൾ കാണുന്നത്. ശരിയല്ലേ? അതൊരു വലിയ പ്രശ്നമാണോ അല്ലയോ? യെസ്. അപ്പോൾ നമ്മൾ ഈ എക്സ്ട്രീംസ് കാണാതെ പോകും. ദാറ്റ് ഈസ് പ്രോബ്ലം നമ്പർ 1. പ്രോബ്ലം നമ്പർ 2, ഒരു റേഞ്ചിൻ്റെ അകത്ത് HbA1c, ഒരു റേഞ്ചിനെ പ്രതിഫലിപ്പിക്കുന്ന HbA1c സാമാന്യം വലിയൊരു ബ്ലഡ് ഷുഗർ ഫ്ലക്ച്വേഷൻസിനെയാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നില്ല. അതായത് ഉദാഹരണം, 123 മുതൽ 185 വരെ മില്ലിഗ്രാം ബ്ലഡ് ഷുഗറിന്
HbA1c ഏകദേശം 7 to 7.5 റേഞ്ചിലാണ്, 7% റേഞ്ചിലാണ് കിടക്കുന്നത്. അതായത് 7% HbA1c, ഇത് പല പഠനങ്ങളുടെ ഫലമാണ് ഇത് കേട്ടോ. ഏകദേശം 123 മുതൽ 185 മില്ലിഗ്രാം വരെ ബ്ലഡ് ഷുഗറിന് HbA1c കാണുന്നത് 7% പല 80% പേഷ്യൻസിലും 7% HbA1c ആണ് കാണുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് 123 മുതൽ 185 വരെ എന്ന് പറയുമ്പോൾ 62 മില്ലിഗ്രാം ബ്ലഡ് ഷുഗറിന്, ഈ റേഞ്ച് ഉള്ളിൽ കിടക്കുന്ന ബ്ലഡ് ഷുഗറിനെല്ലാം കാണുന്ന HbA1c 7%. ഒന്ന് ആലോചിച്ച് നോക്കുക. യു ഗെറ്റ് ദ പോയിന്റ്. അങ്ങനെ പല കുറവുകളും HbA1cക്ക് ഉണ്ട്. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, അതായത് അനീമിയ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. വിളർച്ച എന്ന് പറയുന്ന സ്ഥിതിവിശേഷം, രക്തകോശങ്ങളുടെ അഭാവം അല്ലെങ്കിൽ കുറവ്, അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ HbA1c കൃത്യമായിരിക്കില്ല. പ്രഗ്നൻസിയിൽ HbA1c കൃത്യമായിരിക്കില്ല. HbA1c നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറില്ല. അതുപോലെ ടൈപ്പ് 1 ഡയബറ്റിക്, തീരെ ചെറിയ ടൈപ്പ് 1 ഡയബറ്റിക്സിലൊക്കെ HbA1c വളരെ സൂക്ഷിച്ച് വേണം തീരുമാനിക്കാൻ. അല്ലെങ്കിൽ ലിവർ കരൾ സംബന്ധമായ രോഗമുള്ളവരിൽ HbA1c തെറ്റായി കാണപ്പെടാം. അങ്ങനെ പല പ്രശ്നങ്ങൾ. പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ, HPLC മെത്തേഡ് വഴി വേണം HbA1c അളക്കാൻ. പക്ഷേ എല്ലാ ലബോറട്ടറിയിലും HPLC ചെയ്യണം എന്നില്ല. പല ടെക്നിക്സ് ഉപയോഗിച്ച് HbA1c അളക്കുമ്പോൾ പല വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ HbA1c എല്ലായ്പ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മെഷർമെൻ്റ് അല്ല, ഓർമ്മ വേണം. അതിനാൽ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മളെപ്പോഴും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, PPBSഉം HbA1cയും കൂടി ഒരുമിച്ച് വെച്ച് നോക്കിയിട്ടാണ് തീരുമാനിക്കാറ്, ഓരോ പേഷ്യൻറ്റിനെയും നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഇനി ഇതെല്ലാം മാറാൻ പോവാണ്. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ ഒരു എപ്പിസോഡ്. അപ്പോൾ ഇവിടെ ബ്രേക്കിംഗ് ന്യൂസാണ്. ഏറ്റവും പുതിയ അറിവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ ബ്രേക്കിംഗ് ന്യൂസിൽ പ്രധാനമായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി മുതൽ, അതായത് ഏതാനും മാസങ്ങൾക്കോ വർഷങ്ങൾക്കുള്ളിൽ, നമ്മളിനി പ്രമേഹ രോഗ നിർണയത്തിനും പ്രമേഹ രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ പോകുന്ന ഒരു പുതിയ കോൺസെപ്റ്റ്, ഒരു പുതിയ മാനം ഇതിന് കൈവരാൻ പോവുകയാണ്. എന്താണ് ആ പുതിയ ഒരു കാഴ്ചപ്പാട്? അതിനാണ് ടൈം ഇൻ റേഞ്ച് എന്ന് പറയുന്നത്. TIR, ടൈം ഇൻ റേഞ്ച്. അപ്പോൾ എന്താണ് ഈ ടൈം ഇൻ റേഞ്ച് എന്ന് പറയുന്നത്? ബ്ലഡ് ഷുഗർ തീരെ കുറയുമ്പോഴോ വല്ലാണ്ട് കൂടുമ്പോഴോ അപകടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ബ്ലഡ് ഷുഗർ ഹെൽത്തി റേഞ്ചിൽ എത്ര നേരത്തേക്ക്, 24 മണിക്കൂർ സമയപരിധിക്കുള്ളിൽ എത്ര നേരം ഈ ടൈം ഇൻ റേഞ്ച്, ഈ നല്ല ഹെൽത്തി റേഞ്ചിൽ ബ്ലഡ് ഷുഗർ നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതും കൂടി ഇനി മുതൽ പ്രമേഹ രോഗ ചികിത്സയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകമായി മാറുന്നു ടൈം ഇൻ റേഞ്ച്. ഇപ്പോൾ തന്നെ പല പേഷ്യൻസിലും നമ്മളത് ചെയ്യാറുണ്ട്. പക്ഷേ അതിന് പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാ രോഗികളിലും നമുക്കിത് പ്രാവർത്തികമാക്കാൻ സാധിക്കാറില്ല. കാരണം ഓരോ ഡെയിലി പ്രാക്ടീസിൻ്റെ ഇടയിൽ നമ്മൾ പേഷ്യൻസിനോട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും PPBSഉം രാവിലെ ചെയ്യാനാണ് ആവശ്യപ്പെടാറ്. ശരിയല്ലേ? എപ്പോഴും ഓരോ മണിക്കൂർ ഇടവിട്ടോ അല്ലെങ്കിൽ ഓരോ 2 മണിക്കൂർ ഇടവിട്ടോ ബ്ലഡ് ഷുഗറൊന്നും എല്ലാവരുടെയും പരിശോധിക്കാൻ നമുക്ക് സാധിക്കാറില്ല. അപ്പോൾ 24 മണിക്കൂറിൽ എന്താ സംഭവിക്കണമെന്നുള്ള കാര്യം നമ്മൾ ഈ രാവിലെ രക്തപരിശോധന നടത്തുന്ന 2-3 മണിക്കൂറിനുള്ളിൽ കിട്ടുന്ന റിപ്പോർട്ടിൻ്റെ ബേസ് ചെയ്താണ് ചെയ്യാറ്. ശരിയല്ലേ? അതൊരു വലിയ കുറവാണ്. കാരണം 24 മണിക്കൂറിൽ എന്ത് സംഭവിക്കുന്നു, എത്ര നേരത്തേക്ക് ഈ വ്യക്തിയുടെ ബ്ലഡ് ഷുഗർ റേഞ്ചിൻ്റെ അകത്ത്, നോർമൽ റേഞ്ചിൻ്റെ അകത്ത് നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ നോർമൽ റേഞ്ച്? നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന 70 മുതൽ 180 വരെ mg/%, 70 to 180 mg/% ആണ് ഉദ്ദേശിക്കുന്നത്. നോർമൽ റേഞ്ച് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ 70-ന് താഴേക്കും പോകാൻ പാടില്ല, 180-ൻ്റെ മുകളിലേക്ക് പോകാനും പാടില്ല. ചില റിസർച്ചേഴ്സ് പറയുന്നത് 60 to 200 എന്നുള്ളൊരു റേഞ്ചാണ്. ഇപ്പോൾ അതിനെക്കുറിച്ചൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല. 60 to 200 ആണോ 70 to 180 എന്നുള്ളതാണോ? അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ 70 to 180 റേഞ്ച് ആയിരിക്കണം കൂടുതൽ അഭികാമ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, അപ്പോൾ 70 to 180 റേഞ്ച് എന്ന് തന്നെ കണക്കാക്കുക. 70 to 180 റേഞ്ചാണ് നമ്മുടെ നോർമൽ റേഞ്ച് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ നോർമൽ റേഞ്ചിൽ ആ വ്യക്തിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവല് എത്ര നേരത്തേക്ക്
നിൽക്കുന്നു അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇനി മുതൽ പ്രമേഹ രോഗ ചികിത്സയുടെ ഫലപ്രാപ്തിയുടെ വലിയൊരു അളവുകോലായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി മുതൽ അതെഗെയിൻ അതൊരു പ്രോബ്ലം. എങ്ങനെ ഇത് പ്രാവർത്തികമാകും? എല്ലാ പേഷ്യൻറ്റിനെയും നമ്മൾ 24 hours എങ്ങനെ മോണിറ്ററിങ് ചെയ്യും? ഇപ്പോൾ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് സിസ്റ്റത്തിലൂടെ നമ്മൾ ചില പേഷ്യൻസിന് ഇത് ചെയ്യാറുണ്ട്. പക്ഷേ എല്ലാ പേഷ്യൻസിനും ഇത് ചെയ്യാൻ പറ്റുമോ, അഥവാ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതിനെന്താ മാർഗം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇതൊരു വലിയ മാറ്റമായിരിക്കാൻ പോവുകയാണ് ഇനി മുതൽ. കോംപ്ലിക്കേഷൻസ് ഉള്ളവർക്കെങ്കിലും ഇത് വളരെ ഏറെ ഗുണകരമായിരിക്കും. ലോങ് ടേമിൽ വളരെ ഗുണകരമായിരിക്കും. കാരണം നമ്മളിപ്പോൾ ആകെ ആ റിയൽ ടൈം ആ സമയത്ത് മാത്രം 2-3 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന ബ്ലഡ് ഷുഗേഴ്സിനെ മാത്രം നോക്കിയിട്ട് 24 മണിക്കൂറിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബ്ലഡ് ഷുഗേഴ്സിൻ്റെ ഫ്ലക്ച്വേഷൻസിനെ വിലയിരുത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു അത്രയും കൃത്യതയുള്ള ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ടൈം ഇൻ റേഞ്ചും കൂടി വന്നു കഴിഞ്ഞാൽ, അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ, പേഷ്യൻറ്റിൻ്റെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു ചിലവ് മാത്രമേ അതിനുള്ളൂ എങ്കിൽ അത് വളരെ വളരെ ഗുണകരമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഈ പുതിയ കോൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധവൽക്കരണം ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതൊന്നും കൂടി കേൾക്കുക. കാരണം ഈ കോൺസെപ്റ്റ് ചിലപ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവാം. ഇത് വേണ്ടി വന്നാൽ വീണ്ടും വീണ്ടും കേൾക്കുക. നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മളെ എഴുതി അറിയിക്കുക. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് കൈമാറുക. അവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. കൂടെ ഇതിൻ്റെ കൂടെ കാണുന്ന ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പറയുക. വളരെ നന്ദിയുണ്ട്. നമസ്കാരം.